പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത് നിയോഗിച്ച മോശയുടെ ജീവിതകാലത്തെ ഒരു മഹാത്ഭുതമാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇസ്രായേൽ ജനതയുടെ എണ്ണവും ശക്തിയും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ അവർ നമ്മളെ തീർച്ചയായും കീഴ്പ്പെടുത്തും. നാം അടിയന്തരമായി എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു. നടക്കൂ, നടക്കൂ. വെള്ളം അടിമവേല തുടർന്നിട്ടും ഇവർ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണല്ലോ. ആരുടെ? ഹെബ്രായ സ്ത്രീകൾക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നൈൽ നദിയിൽ ഒഴുക്കി കളയുവാൻ ഇതിനാൽ നാം ഉത്തരവിടുന്നു. ഈജിപ്തിൽ ഒരേ ഒരു രാജാവ് മതി, ഈ ഫറവോ. ഈ കുഞ്ഞിനെ ദൈവം സംരക്ഷിക്കും. ഫറവോ കാക്കാതെ ഈ കുഞ്ഞിനെ ഒളിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല അമ്മേ. നമ്മുടെ കുഞ്ഞിനെ ദൈവം രക്ഷിക്കും. എന്തൊരു തണുത്ത വെള്ളം രാജകുമാരി. അയ്യോ, അവിടെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. അതൊരു കുഞ്ഞിന്റെ ശബ്ദമല്ലേ? അതെ, ഒരു കുഞ്ഞിന്റെ ശബ്ദമാണ്. അയ്യോ, നോക്കൂ രാജകുമാരി, എത്ര സുന്ദരനായ ഒരു ആൺകുഞ്ഞ്. എത്ര ചുണക്കുട്ടനാണിവൻ. എങ്ങനെ വെള്ളത്തിൽ വന്നുവോ? അതെ, സുന്ദരനായ ഒരു ആൺകുഞ്ഞ്. നമ്മുടെ അച്ഛനെ ഭയന്ന് ഏതെങ്കിലും ഹെബ്രായ സ്ത്രീകൾ വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞതാകാം. എന്തായാലും ഇവനെ വീണ്ടും വെള്ളത്തിൽ ഒഴുക്കിക്കളയുവാൻ നമുക്ക് തോന്നുന്നില്ല. അയ്യോ, ഇവ കരച്ചു നിർത്തുന്നില്ലല്ലോ. അയ്യോ രാജകുമാരി, ഇനി നമ്മൾ എന്താ ചെയ്യുക? തോഴിമാരെ, നിങ്ങൾ പോയി ഇവനെ നോക്കി വളർത്തുവാൻ ഏതെങ്കിലും ഒരു ഹെബ്രായ സ്ത്രീയെ കിട്ടുമോ എന്ന് ചോദിക്കൂ. വണക്കം രാജകുമാരി, വണക്കം. ഈ കുഞ്ഞിനെ നോക്കി വളർത്താൻ ഞാനൊരു ഹെബ്രായ സ്ത്രീയെ ഏർപ്പാടാക്കട്ടെ. അങ്ങനെ ആകട്ടെ. അമ്മേ, 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 നമ്മുടെ കുഞ്ഞ് ഫറവോ രാജകുമാരിയുടെ കയ്യിലാണ്. എന്ത്? ഫറവോ രാജകുമാരിയുടെ കയ്യിലോ? ദൈവമേ! അമ്മേ, അമ്മ പേടിക്കണ്ട. ഫറവോ രാജകുമാരി നീതിപതിയും ദയാലുമാണ്. നമ്മുടെ കുഞ്ഞിനെ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് നമ്മുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞിനെ പാലിട്ട് വളർത്താൻ ഒരു ഹെബ്രായ സ്ത്രീയെ അവിടുന്ന് അന്വേഷിക്കുകയാണ്. വാ അമ്മേ, വാ, വാ അമ്മേ. വണക്കം രാജകുമാരി. ഈ കുഞ്ഞിനെ നീ പാലൂട്ടി വളർത്തണം. ഇതിനു വേണ്ടി ചെലവാകുന്ന ഏത് തുകയും
ഞാൻ നിനക്ക് കൊട്ടാരത്തിൽ നിന്ന് നൽകുന്നതാകാം. വെള്ളത്തിൽ നിന്ന് ലഭിച്ചതിനാൽ ഞാൻ ഇവന് മോശ എന്ന പേര് നൽകുന്നു. എന്റെ കുഞ്ഞെ, എന്റെ ദൈവമേ, നീ എത്ര വലിയവനാണ്. നിന്റെ മഹത്വം ഞങ്ങൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നല്ലോ എന്റെ കുഞ്ഞെ. അങ്ങനെ മോശ വളർന്നു വലുതായി ഇസ്രായേലിനെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് വിമോചിപ്പിക്കുക എന്ന തന്റെ മഹത്തായ ദൗത്യം നിറവേറ്റി. ദൈവത്തിന്റെ നാമം എന്നും എപ്പോഴും വിജയിക്കട്ടെ. നന്ദി.